നമസ്കാരം. കുറച്ച് കർപ്പൂരം മാത്രം മതി വീട്ടിലെ സകല വാസ്തുദോഷവും മാറ്റുന്നതിനായിട്ട്. ഏവർക്കും സ്വീകാര്യമായ സുഗന്ധമുള്ളതും ജ്വലന സ്വഭാവമുള്ളതുമായ വസ്തുവാണ് കർപ്പൂരം. ഈശ്വരാരാധന വേളകളിൽ ഉപയോഗിക്കുന്ന പൂജദ്രവ്യങ്ങൾ പ്രധാനം കൂടിയാണ് കർപ്പൂരം. ദൈവാരാധനയുടെ അവസാനം കർപ്പൂരം കത്തിച്ച് ആരതി ഒഴിയുമ്പോഴും ആ കർപ്പൂര ദീപത്തെ ഇരു കൈകളാൽ വണങ്ങുന്നതും ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗം തന്നെയാണ്. ഇങ്ങനെ ചെയ്യുന്നതിന് പിന്നിലുള്ള തത്വവും മഹത്വവും വളരെ വലുത് തന്നെയാണെന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. കത്തിയ ശേഷം ഒന്നും അവശേഷിപ്പിക്കാത്ത വസ്തുവാണ് കർപ്പൂരം. അതുപോലെ മനുഷ്യരുടെ ഉള്ളിലുള്ള അഹന്തയെ ഇല്ലാതാക്കുന്നതിൻ്റെ പ്രത്യേകത കൂടിയും കർപ്പൂരം കത്തിക്കുന്നതിൽ ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. സന്ധ്യാനേരങ്ങളിൽ വീടുകളിൽ നിലവിളക്ക് തെളിയിച്ച ശേഷം കർപ്പൂരദീപം ഒഴിയുന്നത് അത്യുത്തമം തന്നെയാണ്. കർപ്പൂരദീപം തൊട്ടു വണങ്ങുമ്പോൾ മനസ്സിലെ മാലിന്യങ്ങൾ നീങ്ങുന്നതിനോടൊപ്പം ശരീരശുദ്ധിയും കൈവരുമെന്ന് നമ്മൾ വിശ്വസിച്ചു വരുന്നുണ്ട്. കർപ്പൂരം കത്തുമ്പോഴുള്ള സുഗന്ധം വീടിനുള്ളിലെ അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കുകയും മനുഷ്യ ശരീരത്തിൽ അനുകൂല ഊർജം നിറയ്ക്കുന്നതും ചെയ്യും. ശുഭചിന്തകൾ വളരുവാൻ ഈ ഊർജം നമ്മളെ സഹായിക്കുന്നതുമാണ്.